എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജാനുവരി മാസം 17-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലേക്ക് ശമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ കണ്ണുനീര് കാണുന്ന, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന വലിയവനായ ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ആഗ്രഹമാണ് പ്രാർത്ഥനയുടെ മറുപടി എന്നുള്ളത്. എന്നാൽ ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവം എന്നോട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെയും എൻ്റെയും പ്രാർത്ഥന അവൻ കേൾക്കുക മാത്രമല്ല, കണ്ണുനീര് കാണുകയും ചെയ്യുന്ന ദൈവമാണ്. അല്ലെങ്കിൽ വായിച്ചു കേട്ട കുറിവാക്യവും ഇന്നും നാം ചിന്തിക്കുന്ന ദൈവിക ചിന്തയെന്ന് പറയുന്നതും പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയും ചെയ്യുന്ന, കണ്ണുനീര് കാണുകയും കണ്ണുനീരിനെ തുടയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വചനം ആഴമായി പഠിക്കുന്നവർക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ശ്രദ്ധിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ പൈതലിനും വേണ്ടിയും തക്ക സമയത്ത് മറുപടി പറയുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കണ്ണുനീരിൻ്റെ ആഴത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ബൈബിൾ ആഴമായി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു കേട്ട വാക്യത്തിനകത്ത് കണ്ണുനീര് കണ്ടിരിക്കുന്നു എന്നാണ് അവിടെ വ്യക്തമായി പറയുന്നത്. ഹിസ്കിയാവ് മരിച്ചു പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞു. അടുത്ത മിനിറ്റിൽ താൻ, ഹല്ലേലൂയ, തൻ്റെ കണ്ണുനീരിൽ ദൈവം മറുപടി പറയുകയാണ്, നിന്റെ ആയുസ്സിനോട് ഞാൻ 15 സംവത്സരം കൂട്ടുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ലോകം അവസാനിച്ചെന്നും സാഹചര്യങ്ങൾ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ കരയുകയും ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന് മുമ്പിൽ അത്ര കരയേണ്ടതാണ്. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തിന് മുമ്പിൽ കരയുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ കരയുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. അങ്ങനെ വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ ഈ ചിന്തയിലേക്ക് വരാമെങ്കിൽ, കണ്ണുനീരിനകത്ത് ദൈവം പ്രവർത്തിക്കുന്ന 2 മേഖലകളുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവ് കണ്ണുനീര് തുടയ്ക്കുന്നവരാണ്. 2, എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീര് സൂക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന് ഈ കണ്ണുനീര് എങ്ങനെ അളക്കാനോ അല്ലെങ്കിൽ സയൻസിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം കണ്ണുനീര് വെളിപ്പെടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീരിനെ എൻ്റെ കർത്താവ് സൂക്ഷിക്കുമെന്ന് ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയാം. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവത്തെക്കുറിച്ച് ആഴമായി തൊടാൻ ആഗ്രഹിക്കുകയാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, കണ്ണുനീര് തുടയ്ക്കും, ഭയപ്പെടേണ്ട എന്ന് പറയും. 2, ആ കണ്ണുനീര് സൂക്ഷിക്കുന്ന ദൈവം. നിങ്ങളെ ശ്രദ്ധിക്കാമെങ്കിൽ വെളിപ്പാട് പുസ്തകം
21 അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ശ്രദ്ധിച്ചേ, വെളിപ്പാട് പുസ്തകത്തിനകത്ത് 21 അധ്യായത്തിൽ ആഴമായി വിളിച്ചു പറയാണ്, അവൻ അവരെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും മുഖത്തോട് ഒഴുകുന്ന കണ്ണുനീരെ തുടയ്ക്കുന്ന വലിയവനായ ഒരു ദൈവത്തെയാണ് ഞാനിത് ഇതിനകത്ത് കാണുന്നത്. ഹല്ലേലൂയ. 2 വിധത്തിൽ ആഴമായി ചിന്തിക്കുകയാണ്. കണ്ണുനീരെ തുടച്ചുകൊണ്ട് ഭയപ്പെടേണ്ടെന്ന് പറയും. ആ കണ്ണുനീരെ തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ കണ്ണുനീരിന് മറുപടി വരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, ലാസർ മരിച്ച് 4-ാമത്തെ ദിവസത്തിലേക്ക് വന്നേക്കുകയാണ്. നാറ്റം വെച്ച് തുടങ്ങി. ആ സമയത്ത് യേശു കർത്താവ് ലാസറിന്റെ കല്ലറയുടെ അടുക്കിലേക്ക് വരികയാണ്. ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ് അടുക്കുന്നത്. എന്നാൽ യേശു കർത്താവിനെ കാണുമ്പോൾ തൻ്റെ സഹോദരിമാർ ഉള്ളം പൊട്ടി കരയുന്നത് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിലൊന്ന് ചിന്തിക്കാം. അവൾ കരയുന്നതും അവളുടെ കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. 34-ാമത്തെ വാക്യം. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ, വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. 35-ാമത്തെ വാക്യം. യേശു കണ്ണുനീർ വാർന്നു. ഈ 3 വാക്യങ്ങൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുമ്പോൾ വചന പശ്ചാത്തലം എന്ന് പറയുന്നത് വീട് മുഴുവൻ ഒരു കരച്ചിലുടെ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. കാരണം അവരുടെ സഹോദരൻ, കർത്താവിന് പ്രിയനായവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഈ പ്രഭാതത്തിൽ ഞാൻ ദൂത് പറയുകയാണ്, ലോകം തീർന്നു എന്ന് പറയുന്നതിനെയും നിങ്ങളുടെ കണ്ണുനീരിൽ കർത്താവ് മടക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ചിലവരുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത വലിയ മറുപടികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടി ആഴം പറയട്ടെ. ഇതാ മറിയ കരയുന്നതും അതേപോലെ കൂടെ നിൽക്കുന്ന യഹൂദന്മാരും ഒക്കെ കരയുന്നത് കണ്ടപ്പോൾ യേശു കർത്താവ് ചിരിക്കുകയല്ല, അവൻ്റെ ഉള്ളം കലങ്ങിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്നവരെ ഈ പ്രഭാതത്തിലും എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാ വഴിയും അടഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ കണ്ണുനീരിൽ നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് നിങ്ങളെ നോക്കി ഉള്ളം കലങ്ങുകയാണ്. 35-ാമത്തെ വാക്യം പറയുക, അവൻ കണ്ണുനീര് വാർത്തു. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം എന്ന് വിശേഷിപ്പിക്കുന്ന വാക്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രഭാതത്തിലും എൻ്റെ കർത്താവ് ചിലരെ നോക്കി കണ്ണുനീര് വാർക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചിലവർ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത്, ഇനി ആ വലിയ വിഷമത്തിനകത്ത് എൻ്റെ കർത്താവ് നിങ്ങൾക്കൊരു മറുപടി പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ വേദഭാഗത്തിനകത്ത് ശ്രദ്ധിച്ചാൽ യേശു കർത്താവ് അവരുടെ കൂടെ കരഞ്ഞതായി കാണാൻ പറ്റുന്നു. ആ കരഞ്ഞതിൻ്റെ മറുപടി അടുത്ത വാക്യങ്ങളിൽ കാണാം. മരിച്ച് 4 ദിവസം നാറ്റം വെച്ച ലാസറിനെ ഏറ്റവും പുതുക്കത്തോടെ കർത്താവ് മടക്കി കൊണ്ടുവരുന്നത് വിശ്വസിക്കാമെങ്കിൽ അനേകരുടെ ജീവിതത്തിൽ വലിയ പുതുക്കങ്ങൾ വ്യാപരിക്കാൻ പോവുകയാണ്. ഒരു ഭാഗം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നയനിലെ വിധവയെ കാണാൻ കഴിയും. അവൾക്ക് ഏക മകനായിരുന്നു. അവനും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് മരിച്ച് ആ സ്ത്രീയും അവളുടെ കൂടെ കുറേയേറെ പേരും ആ മകന്റെ ശവമഞ്ചം ചുമന്നുകൊണ്ട് മുമ്പോട്ട് വരികയാണ്. അനേകർ അവളുടെ കൂടെ കരയുന്നുണ്ട്. അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. ഇനി എന്തിനാ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിലാണ് ഹല്ലേലൂയ അവൾ മുമ്പോട്ട് പോകുന്നത്. ഇനി ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ചിന്തയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഈ പ്രഭാതത്തിലും ഇങ്ങനെ ചിന്തിക്കുന്ന ചിലരോട് കർത്താവ് നേരിട്ട് പറയാൻ പോവുകയാണ്, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുകയും നിനക്ക് തക്കതായ വഴി എൻ്റെ ദൈവം തുറക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, യേശു കർത്താവ് ആ വിധവയോട്, ആ സ്ത്രീയോട് പറയുകയാണ്, നീ എന്നെ കരയണ്ട. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ അനേകരോട് ഞാൻ ദൂത് പറയുകയാണ്, നിങ്ങളുടെ കരച്ചിൽ നിൽക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നിങ്ങൾ കരയുന്ന വിഷയത്തിനകത്ത് എൻ്റെ ദൈവം ഒരു മറുപടി പറയാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണുനീരെ തുടയ്ക്കുന്നവനാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ നോക്കിയാൽ ഒരൊറ്റ പദം മാത്രം പറഞ്ഞ് ഈ പ്രഭാത സന്ദേശം ചുരുക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ കണ്ണുനീര് തുരുത്തിയിൽ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. സൂക്ഷിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഓർമ്മ വെച്ചുകൊണ്ട്, അത് സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ ദൈവം മറുപടി പറയാൻ പോവുകയാണ്. 56-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം കൂടെ. നീ എൻ്റെ ഉഴച്ചിലുകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? എങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോടും തമ്പുരാൻ ഈ പ്രഭാതത്തിൽ പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കാൻ പോവുക. കണ്ണുനീര് സൂക്ഷിച്ചതിന് മറുപടി പറയാൻ പോവുക. കണ്ണുകളൊന്ന് അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭയങ്കര സാന്നിധ്യം, അങ്ങയുടെ ഭയങ്കര കരം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ,
പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ ശ്രദ്ധിക്കുന്നവരെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഈ നമ്പറുകളിൽ വിളിച്ച് വേഗത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാൻ കഴിയും. വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയും. അതേപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് ആണ്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെയും കൂടെ ഈ സൂമിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ആയിരങ്ങൾക്ക് ഇത് അനുഗ്രഹപ്പെടുന്നതായി തീർന്നിട്ടുണ്ട്. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.